ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇൻ മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ അല്ല, ഒരു വെഡ്ഡിങ് വീഡിയോ. അപ്പോൾ ഈ വെഡ്ഡിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീ പണ്ട് വ്ളോഗ് എടുത്തപ്പോൾ ഇതുപോലെ പറഞ്ഞു, നിനക്ക് വ്ളോഗ് ഒരു നല്ല സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. നീ ചെയ്തു. എന്തും പറയണ്ടേന്ന് എനിക്കറിയത്തില്ലല്ലോ. നീ പറയാ. പണ്ട് ഞാൻ ജനിച്ചു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെങ്ങളുണ്ടായപ്പോൾ അതൊരു ഒരു സഹോദരി. അപ്പോൾ ഒരു പെൺകുട്ടിയാന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് പ്രത്യേക സന്തോഷം. ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. ഒരു ആർട്ടിഫിഷ്യൽ റെക്കോർഡിംഗ് പറഞ്ഞു. എന്ത് പറയണ്ടേ? എടാ ഇത് തന്നെ പാടാ. ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടെടുക്കും. ഇല്ല നീ അങ്ങനെ പറഞ്ഞു. കുഴപ്പമില്ല. ഞാൻ എന്ത് പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. അല്ല, ഈ ഒരുപാട് ബാക്കിലോട്ടുള്ള പറയണ്ട, ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയണ്ട. ഹലോ ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാല് എനിക്കിപ്പോ ചേട്ടൻ പെട്ടെന്ന് കല്യാണം കഴിക്കാനായിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നല്ലൊരു ഏട്ടച്ചമ്മയാണ് കിട്ടിയത്. ചേച്ചി അടിപൊളിയാണ്, നല്ല വൈബാണ്. എന്നാലും ചെറിയ മണ്ടത്തിയാണ്, കോമഡിയാണ് പുള്ളി. എനിക്ക് പറ്റിയ ഒരാളെയാണ് കിട്ടിയത്. ലൈഫ് അടിപൊളിയാവും വിചാരിക്കുന്നത്. അപ്പം ഒരു കാരണത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. കാരണം എനിക്ക് ചേച്ചിമാരെപ്പോഴും കൂടെ വേണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചേച്ചിയാണ് കിട്ടിയത്. സെറ്റായി, എല്ലാം ഹാപ്പി ആയിരിക്കണം. പൊളിക്കും. അപ്പൊ ഹാപ്പി അല്ലേ? യെസ്, ഹാപ്പി. റെഡിയല്ലേ? ഞാനാണ് ആദ്യമായിട്ട് കാണുന്നത്, ഹോസ്പിറ്റലിൽ വെച്ചാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ കാണുന്നത്. ഇങ്ങനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് പത്തനംതിട്ടയിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പം ഉണ്ടായിരുന്നു. നല്ല ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിരിക്കണം, പിന്നെ ഇച്ചിരി മോഡേൺ ആയിട്ടുള്ളതായിരിക്കണം. പക്ഷെ എനിക്ക് കിട്ടിയത് നാടനായിട്ടുള്ളൊരു ചെറുക്കനെയാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ആളിനെ തന്നെയാണ് കിട്ടിയത്. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാള്, എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരാള്. ഞാൻ ഹാപ്പിയാണ്. ചേട്ടാ ഇതേ പത്തനംതിട്ട മോഡേൺ ഒന്നും വേണ്ട, കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളത് പോരെ. മനോഹരി രാധേ രാധേ മുരാരി നേട് പെണ്ണ് പിണങ്ങിയോ കണ്ണൻ കണ്ണേ ഇണങ്ങുവാ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓവൽ ചുണ്ട് മുളം തണ്ട് മൂളി പൊന്നേ മനസ്സിന്റെ ഓരങ്ങളിൽ ഓറിയ സുഗതമഗീതം പകരാനിൽ കണ്ണ തക്ക തക്കങ്കത് ഓ ഇളം തക്ക തക്കങ്കത് ഓ അഞ്ചു ചെല്ലു ചെല്ലു ചെല്ലുങ്കത് ഓ சொல்லு 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 சொல்லுங்கது வராத நதிக்கிற ஓரம் ஒரே ஒரு பார்வை பார்த்தேன் புறாவே நெல்லுன்னு சொன்னேன் கனாவை ஓடி மறைஞ்ச வராத நதிக்கிற ஓரம் ஒரே ஒரு பார்வை பார்த்தேன் புறாவே நெல்லுன்னு சொன்னேன் கனாவை ஓடி மறைஞ்ச. സ്വപ്നത്തിൽ നമുക്ക് വിചാരിക്കാത്ത ഒരു രീതിയാണ് എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ കുഞ്ഞാണത്, സ്നേഹ സജീവൻ. സ്നേഹ വീട്ടിലെ സൈലൻ്റ് ആയിരുന്നു. സ്നേഹയ്ക്ക് അധികം കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അവള് നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നീട് അവിടെ നിന്ന് ഒരു ആലോചന എത്തി കോഴിക്കോട്ട് നിന്ന്. അങ്ങനെ നല്ല കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളത് ആലോചനയിലേക്ക് മുമ്പോട്ട് പോയി. അതിനുശേഷം ഇപ്പോൾ ആലോചന നടന്നു, ഇപ്പോൾ കല്യാണം വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ നിമിത്തം എന്നുള്ള രീതിയിൽ. ജീവിതം നമ്മുടെ കയ്യിലല്ല, നമുക്ക് ജീവിതം അവരവരുടെ കയ്യിലാണ്. കല്യാണം കഴിച്ച് വിടുമ്പം ഇന്ന് ജീവിക്കേണ്ട അവരാണ്. അച്ഛനമ്മമാർ അവർ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം, ഒരു ഭാര്യയും ഭർത്താവാണല്ലോ അവരുടെ ജീവിതത്തിൻ്റെ മുൻകൈ എടുക്കുന്നത്. അത് അച്ഛനും അമ്മയ്ക്ക് അവിടെ യാതൊരു റോളില്ല. ഇത് ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം അവരുടെ കയ്യിലാണ്. മോളെ ദൂരെ കെട്ടിക്കുന്നതിൻ്റെ നമുക്ക് എപ്പോഴും കാണാനൊന്നും പറ്റത്തില്ല. അതിൻ്റെയൊക്കെ വിഷമം നമുക്ക് എപ്പോഴായാലും അമ്മമാർക്കുണ്ടല്ലോ, അങ്ങനൊരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും വിഷമം ഉണ്ടായിരിക്കുമല്ലോ. നമ്മളെ പെങ്ങളെ നമ്മളെ വിട്ട് കോഴിക്കോട് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരിക്കും. എങ്കിലും അവിടെ ഭാവി, അവിടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എല്ലാം നല്ലപോലെ നടക്കട്ടെ. തൃശ്ശൂരാ. അപ്പം എന്നൊരു ഇപ്പോഴത്തെ ഫാഷൻ്റെ ലെവലിൽ പോകട്ടെ. സ്നേഹയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു.
വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്വന്തം അനിയത്തിയുടെ കല്യാണമാണ്. പെങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഒന്നുകൂടെ പറഞ്ഞോ ഈ ഗ്യാങ്ങിനെ കുറിച്ചും ഇവരുടെ സഹകരണത്തെ കുറിച്ചൊക്കെ പറയും. നമ്മുടെ കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ്, എല്ലാവരും നമ്മുടെ കൂടെ അടുത്തുള്ള ആൾക്കാരാണ്. ഓക്കെ, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. വീഡിയോ എടുക്കുന്ന നമ്മുടെ ചേട്ടൻ ഇവിടെ ചേരുന്നുണ്ട്. ചേട്ടൻ പറയും. ഓടി നടക്കോ വീഡിയോ എടുക്കുമ്പോൾ? എന്റെ കൂടെ വരുന്നില്ല വീഡിയോയില്, പക്ഷെ ഇപ്പൊ ഞാൻ നിർബന്ധിച്ച് വരുത്തുകയാണ്. പറയും ആരെ കുറിച്ചാ പറയുന്നത്? സ്നേഹയെ കുറിച്ച് പറയും, സന്ദീപിനെ കുറിച്ചും പറഞ്ഞു. സ്നേഹയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവളാണ്. വാക്കുകൾ കിട്ടാത്തോണ്ട് വിതുമ്പുകയാണ് ഗൈസ്. പക്ഷെ നമുക്ക് വാക്കുകൾ ഇപ്പൊ തരുന്നതായിരിക്കും. പറയൂ, രണ്ടു എടാ ഓടാതടാ, ഓടാതെ. അതുകൊണ്ട് ബാ. ഇത്രയും സ്നേഹമുള്ളൊരു സഹോദരി ഈ കീച്ചേരി ഏരിയയിലില്ല. അപ്പോൾ അത് ഏറ്റവും മംഗളമായിട്ട് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. നീ ഇതിന് ഇങ്ങനെ പവർ പിടിക്കുന്നത് കുറച്ച് ലൂസ് ആയിട്ട് നോർമൽ. ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പണ്ട് കണ്ടു കാണും അച്ചുവിന്റെ വീഡിയോ. അച്ചുവിന്റെ കല്യാണത്തിന് ശേഷം ഇപ്പൊ 4 വർഷം കഴിഞ്ഞല്ലേ? 4 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ട് സ്നേഹയെ പറ്റി പറയുന്ന ഇതുപോലെ നല്ലൊരു പെങ്ങളില്ല. എല്ലാരും ഇത് തന്നെയാണല്ലോ പറയുന്നത്. സന്ധ്യനെ കുറിച്ച് പറയണ അവനൊരു ഓ നൈസ്. അവിടെ ഞാൻ ബീപ്പിടുന്നതാണ് ഗൈസ്. അവിടെ കല്യാണത്തിന് നമ്മളിങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ നടത്താനുള്ള പരിപാടികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവൻ 5ാം ക്ലാസ് കൂടെ കൂടിയത് എൻ്റെ കൂടെ. ഇവനെ തലാണ് രക്ഷപ്പെട്ടില്ല. ഇതിലോട്ട് കാണുമെങ്കിലും അവൻ ഭയങ്കര ഒരു കള്ളനും ഒരു മൂകനുമാണ്. അത്രയൊക്കെയാണ് ഗൈസ് ഇവർക്കെല്ലാം പറയാനുള്ളത്. ബാക്കിയുള്ളവരൊക്കെ കണ്ടം വഴി ഓടി. അവരെ നമുക്ക് കിട്ടുവാണെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓ, ഞാൻ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. എല്ലാം ഹാപ്പി നടക്കട്ടെ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ആ ഗൈസ്, പിന്നെ എടുത്തു പറയേണ്ട 2 പേരുണ്ട്. ഈ കാണുന്ന ഈ കുട്ടിയും ഇതിന് ശേഷം വരുന്ന ഒരു കുഞ്ഞു കുട്ടിയും. ഇവർ 2 പേരും എത്ര നേരമായിട്ടാണ് ഇവിടെ പെർഫോം ചെയ്തതെന്ന് അറിയാമോ? ഭയങ്കര അടിപൊളിയായിരുന്നു. 2 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ചേച്ചി, എൻ്റെ യൂട്യൂബിലെ പാട്ടെല്ലാം തീർന്നു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ട് എടുത്തു തന്നാൽ ഞാൻ അതിന് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് വന്ന് നോക്കുവാണ് അവള്. എൻ്റെ അമ്മ റൊമാൻറ്റിക് ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് റൊമാൻറ്റിക് ആയിരിക്കുന്ന ഈ 2 കപ്പിൾസിനെയാണ്. എന്റെ ചെലവിന് നീയൊക്കെ ഫോട്ടോ എടുക്കുന്നോളോ ഒന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളെ കാണുന്നത്.
ഗൈസ് ഈ വീഡിയോയുടെയൊക്കെ പിന്നിലെ കഷ്ടപ്പാടുകൾ ഈ നമ്മുടെ അസറുദ്ദീനും നമ്മുടെ ബിലാലിക്കയാണ്. അവരുടെ എല്ലാം കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് എൻജോയ്. കല്യാണത്തലേന്ന് വന്നിരിക്കുന്ന ചെറു വ്യക്തികളെയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ കല്യാണത്തലേന്നും ഇതുപോലുള്ള കുറച്ച് വ്യക്തികൾ എല്ലായിടത്തും കാണാം. ഇതാണ് മറ്റൊരു വ്യക്തി. സ്വിച്ച് ഇവിടാന്ന് നോക്കി നടക്കുന്ന ആ പെണ്ണിൻ്റെ ചേട്ടനെയാണ് കാണുന്നത്. സ്വിച്ചൊക്കെ ഇട്ട് എല്ലാം നാളത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അവൻ. എല്ലാം കത്തിച്ച് നോക്കി അത് നോക്കി വെറുതെ എല്ലാ പരിപാടിയും കല്യാണ വീട്ടിൽ കട്ട് കഴിക്കുന്ന അബുലാലിനെയാണ് നിങ്ങൾ കാണുന്നത്. കട്ട് കഴിക്കുന്ന അബുലാലിനെ കാണുന്ന കണ്ടോ? ഇവരാണ് എല്ലാ വീട്ടിലെയും കല്യാണത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നവർക്ക്. ഓ